ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു കബ്സ റൈസാണ് കേട്ടോ. അപ്പോൾ സൗദി അറേബ്യ എന്നുള്ള കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു ടേസ്റ്റിലുള്ള ഒരു അടിപൊളി കബ്സ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കാം. അപ്പോൾ മല്ലി ഇതാ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം 2 ടേബിൾ സ്പൂൺ, കറാമ്പു 20 പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ പട്ട ഒരു കഷ്ണം, ഏലക്ക 8 പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് 2 ടേബിൾ സ്പൂണും ഒരു ഡ്രൈ ലെമണും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ ഒരു മസാല നമ്മൾക്ക് എല്ലാ റെസിപ്പിയിലും ഉപയോഗിക്കാം കേട്ടോ. അതായത് നമ്മൾ അറബിക് റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മസാല ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ മസാല ഉണ്ടാക്കുന്നത്, ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാലയെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഫൈനായി പൊടിക്കണമെന്നില്ല, അത് ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഒരു ജാറിലിട്ട് നമുക്ക് ടൈറ്റായിട്ട് വെക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് 3 പ്രാവശ്യമൊക്കെ റൈസെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്ര മതിയാവും. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 കിലോ തൂക്കമുള്ള ചിക്കനാണ്. ഇതിന് നമുക്ക് ഇത് ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്താം. നമ്മൾക്കിത് ഈ ഒരു റൈസിലോട്ട് ഫുൾ ചിക്കന് വലിയ പീസ് തന്നെ ആക്കിയിട്ട് അങ്ങനെ യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസ് തന്നെ ആക്കി വെച്ചതാണ്. ഇനി ഇതാ ഇതിൽ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ച ഈ ഒരു മസാല 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. പിന്നെ ഇതാ ചെറിയ ജീരകപ്പൊടിയാണ്, അത് 1/2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലോട്ട് മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊരു 3 ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അറബിക് മസാല എന്ന് പറഞ്ഞാൽ മന്തി, കബ്സ ഏത് മസാല ആയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു പൊടി 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഓയിലാണ് ചേർത്തത്, അത് 1/2 കപ്പോളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കുറച്ച് സമയം മാറ്റി വെക്കുക. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. നമ്മൾ ബാക്കിയുള്ള എല്ലാ പണികളും റെഡി ആകുമ്പോഴത്തേക്കും ടൈം ആവും. ഇനിയിപ്പോൾ അതാ നമ്മൾ അരിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1.25 കിലോ ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, നീളത്തിലുള്ള ബസ്മതി റൈസ്. അപ്പോൾ ഇത് നമ്മൾക്ക് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. കൂടുതൽ സമയം വേണ്ട. നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന അത്രയും ടൈം മതിയാവും കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടതിന്. അപ്പോൾ ഇതാ 2 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, 2 ക്യാരറ്റ്, 1 ക്യാപ്സിക്കം, പിന്നെ കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാള ഉണ്ടല്ലോ അത് നല്ലോണം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യണം. തക്കാളി നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ അതാ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സവാളയും കൂടി ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം വഴറ്റി ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയാൽ തന്നെ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ച ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളി നല്ലോണം ഇതാ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ക്യാരറ്റ് അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിലോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലോണം തിള വന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ച മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇടുന്ന സമയത്ത് നമ്മൾ അതിലെ ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു 5 മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. തിളക്കുന്ന സമയത്ത് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വീണ്ടും തിളപ്പിച്ചെടുക്കണം. ആ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് ഇത് ഡ്രൈ ലെമണാണ് ചേർക്കുന്നത്. 2 എണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മസാലയിൽ പൊടിച്ചിട്ടും ചേർത്തിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 എണ്ണം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇനി അടച്ച് വെച്ച് നമുക്ക് ഈ ചിക്കന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ്.
അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതിൻ്റെ ഗ്രേവി ഒന്നും വറ്റിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾക്ക് ഈ ഒരു ഗ്രേവി ആവശ്യമാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടെ ഇളക്കി ആ ഒരു ഗ്രേവി നല്ല രീതിയിൽ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് റെഡിയായതിന് അതുകൊണ്ട് തന്നെ ഇത് വെന്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ പീസെല്ലാം മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചിക്കനെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗ്രേവിയിലാണ് നമ്മുടെ അരി വേവിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ ഇതിലോട്ട് തന്നെ അരി ഇടുന്നതാണ്. അപ്പോൾ അതിന് അളവ് ഈ വെള്ളത്തിൻ്റെ അളവ് എന്ന് വെച്ചാൽ നമ്മൾ അരിൻ്റെ മുകളിൽ വരുന്ന രീതിയിലാണ് ഞാൻ അളന്നെടുക്കൽ. എനിക്ക് അളന്ന് ഒഴിക്കുന്നതിനേക്കാളും അതാണ് എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അളന്നിട്ട് തന്നെ കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ അത് അരി അളന്ന ഒരു പാത്രമാണ് എടുത്ത് ഇതിലേക്ക് തന്നെ ഞാൻ ഈ ഒരു ഗ്രേവി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരി ഇതിലേക്ക് ഇതേ പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ഒരു മസാലയും ഇട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ വെള്ളം ഒഴിച്ച്, അപ്പോൾ ഇത് 3/4 ഭാഗത്തോളം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അരി. അപ്പോൾ അതിൻ്റെ ഡബിളായിട്ടാണ് ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ ഗ്രേവിയും ബാക്കിയുള്ളത് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ വേവിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വെള്ളം വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ 1 ഗ്ലാസ്സാണ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 2 ഗ്ലാസ്സാണ് നമ്മൾക്ക് വെള്ളം വേണ്ടത്. അപ്പോൾ ഗ്രേവീൻ്റെ അളവും കൂടി നോക്കിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ അത് കൂടി നോക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി മിക്സാക്കി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എല്ലാ അരിയും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. ചില അരിയിൽ നല്ലോണം വേവുണ്ടാവും, ചിലതിൽ കുറഞ്ഞ വേവായിരിക്കും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. പെട്ടെന്ന് വേവുന്ന അരിയാണെങ്കിൽ കുതിർത്ത് വെക്കാതെ അത് ഡയറക്റ്റായിട്ട് നമ്മൾക്ക് യൂസാക്കാം. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ ഒരു ടൊമാറ്റോ പേസ്റ്റ് ഇടുമ്പോൾ നല്ലൊരു കളറാണ് നമ്മൾ ഈ ഒരു റൈസിന് കിട്ടുന്നത്. അതുമാത്രമല്ല നമ്മൾ ഇവിടുത്തെ റൈസിനെല്ലാം ഈ ഒരു ടൊമാറ്റോ പേസ്റ്റ് നിർബന്ധമായിട്ട് യൂസ് ആക്കലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലോട്ട് ക്യാരറ്റും കൂടി ചേർത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ. അത് ഒരു 1/2 ടീസ്പൂൺ മതി, പക്ഷേ അത് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന് വരുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും അതിൻ്റെ ആ ഒരു ഫ്ലേവർ എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു പകുതി വേവാകുന്ന സമയത്ത് ഞാനിതിലോട്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു മസാല ഉണ്ടാക്കണം. ചെറിയ തോതിലുള്ള ഒരു മസാലയാണ്. അപ്പോൾ അതിനായിട്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച ആ ഒരു മസാല ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുത്ത് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ചിക്കനിലിട്ട് നന്നായിട്ടത് മിക്സാക്കി കൊടുക്കാം. സാധാരണ ഉണ്ടാക്കുന്ന കബ്സയിൽ നമ്മൾ ഈ ഒരു ചിക്കൻ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കലില്ല കേട്ടോ. അത് ആ ഒരു ചിക്കനിൽ ആ ഒരു റൈസിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുഴുങ്ങിയെടുത്ത പോലെ ഉണ്ടാവും അതിൻ്റെ ഫ്ലേവർ. അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ ആക്കാം. ഞാനിവിടെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് അത് ഇതുപോലെ മസാല ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇത് വേണമെങ്കിൽ ഫ്രൈ ആക്കാം, അല്ലെങ്കിൽ ഗ്രില്ല് വേണമെങ്കിൽ അങ്ങനെയും ആക്കാം കേട്ടോ. അപ്പോൾ ഗ്രില്ലും ആക്കുന്നുണ്ട്, ഞാനിവിടെ ഫ്രൈയും ആക്കുന്നുണ്ട്. 2 രീതിയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. കാരണം നമ്മൾ ഇതിൽ ആ ഒരു വെള്ളം വറ്റിച്ചെടുക്കാത്തത് കൊണ്ട് തന്നെ ഉപ്പ് ആ ഒരു ചിക്കനിൽ നേരെ പിടിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഉപ്പും കൂടി ഇട്ടിട്ടാണ് മസാലയിൽ ഇതൊന്നും കൂടെ ആക്കിയത്. ഇനി നമ്മളിന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന അങ്ങനെയും ഫ്രൈ ചെയ്യാം, അല്ല ഗ്രില്ലാക്കുമ്പോൾ അതിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ 2 സൈഡും തിരിച്ച് മറിച്ച് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെന്ത് വരണം കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു കബ്സേൻ്റെ ആ ഒരു സ്റ്റൈല്. നല്ല ഇങ്ങനെ തൊടുന്ന സമയത്ത് നല്ല വെന്ത് ഉടഞ്ഞ രീതിയിൽ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അരിയെല്ലാം പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ പച്ചമുളക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഈ ഒരു ചിക്കനും കൂടി ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു അറബിക് കബ്സയാണ്. നാട്ടിലത്തെ കബ്സേനേക്കാൾ ഒരു ചെറിയ വ്യത്യാസം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വിലയേറിയ അഭിപ്രായം പറയണേ. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് കേട്ടോ ഞാൻ റൈസെല്ലാം സെയിൽ ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഒരു ബോക്സിൽ അറബിക് റെസിപ്പീസ് ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഈ ഒരു ചാനലിൽ ഒരുപാട് റെസിപ്പി ഉണ്ട് കേട്ടോ. നല്ലൊരു മീൻ പൊരിച്ചതും ചോറും കഴിക്കാത്തവരുണ്ടാവില്ല. ഗൾഫിൽ വന്നവർ ആദ്യം ട്രൈ ചെയ്യുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഈ ഒരു ചാനലിലുണ്ട്. കാണാത്തവർ കണ്ടു നോക്ക്. ഞാൻ എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഇടാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറബിക് റെസിപ്പീസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.